ണ്ടായിരുന്നു. അവരുടെ പ്രശ്നം ഇതായിരുന്നു, അവരുടെ കോമ്പൗണ്ടിൽ ഇവർ കുറേ പച്ചക്കറിയൊക്കെ നട്ട് അങ്ങനെ കിച്ചൺ ഗാർഡനൊക്കെ നട്ട് അങ്ങനെ വലിയ കാര്യത്തിന് നടത്തുകയാണ്. അപ്പോൾ അടുത്ത വീട്ടിൽ പന്നി വളർത്തുന്നുണ്ട്. ആ പന്നികൾ വന്നിട്ട് ഇവരുടെ കോമ്പൗണ്ടിൽ കയറി ഇത് മുഴുവനും നശിപ്പിച്ചു. കുറേ ദിവസമായിട്ട് ഇവർ ചെയ്തു വെച്ചതൊക്കെ നശിപ്പിച്ചു. ആ പന്നിക്ക് വിഷം വയ്ക്കട്ടെ. ഞാൻ പറഞ്ഞു അതൊരിക്കലും പാടില്ല. പിന്നെ എന്തു ചെയ്യണം? ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിവിടുന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഇതിന് നമ്മുടെ ഇതിൽ പറയാവുന്നത് വിലക്കുക എന്ന് പറഞ്ഞേ ഇല്ലേ, ചാഴി വിലക്കം. ചാഴി വിലക്കം എന്ന് കേട്ടിട്ടില്ലേ? ചാഴി കൃഷിയിൽ വന്നു കൃഷി മുഴുവൻ നശിപ്പിക്കാൻ പോകുമ്പോൾ കൃഷിക്കാരൻ ഒരു ചാഴിനെയും തീപ്പെട്ടിയിലാക്കി അച്ഛൻ്റെ അടുത്തേൽ അച്ഛൻ പറയും, ഈ ചാഴിക്ക് സൗകര്യമായിട്ടൊരു സ്ഥലം നിങ്ങളുടെ കോമ്പൗണ്ടിൽ കൊടുക്കാം. അങ്ങനെ ആ വടക്കേ മൂലയ്ക്ക് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ചാഴീനെ വിലക്കും അച്ഛൻ. ഈ ചാഴികളെല്ലാം ഇവിടുന്ന് അവിടെ പോകട്ടെ. ഒറ്റ വാക്ക്. ഇദ്ദേഹം അവിടെ ചെല്ലുമ്പോഴേക്കും സകല ചാഴിയും ആ നിലത്തിൽ ആ വയലിൽ നിന്നും മാറി ആ പറഞ്ഞ മൂലയ്ക്ക് പോയിട്ടുണ്ടാവും. ഇതുപോലെ എന്ത് പറഞ്ഞു, ഞാൻ ഈ പന്നികളെ വിലക്കി പ്രാർത്ഥിച്ചു. ഇന്നലെ വിളിച്ചു പറയണം, എൻ്റെ ബ്രദറെ അത് കഴിഞ്ഞിട്ട് ഒറ്റ പന്നി അവരാ കോമ്പൗണ്ടിൻ്റെ അടുത്ത് വരും, പള്ളിക്കട് കയറില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസം ഉയരണം. ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറാൻ പറഞ്ഞാൽ അത് മാറും. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? അപ്പോൾ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നാണല്ലേ നമ്മൾ കേട്ടേക്കണില്ലേ? ദൈവത്തിനൊന്നും, ഇതെല്ലാവരും എടുത്ത് പ്രാർത്ഥിക്കണം. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ അതിലെന്ത് കാര്യമാണ്? ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ളത് സാധാരണ കാര്യമല്ലേ? പക്ഷെ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? നിങ്ങൾക്കൊന്നും അസാധ്യമല്ല. അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഒന്നെടുത്ത് വായിച്ചു നോക്കി. മത്തായി 17:21. മത്തായി 17:21. ഒരു 20 മുതൽ വായിക്കാം. യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, കേട്ടോ, ഈ മലയോട് ഇവിടെ നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നിങ്ങൾക്ക്, കണ്ടോ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഇതെല്ലാവരും പറഞ്ഞ്, നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. നിങ്ങൾക്ക്. അപ്പോൾ വിശ്വാസത്തിൻ്റെ കടുകുപടി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി, ആ അനന്തമായ ദൈവത്തിൻ്റെ ഒരു അംശം നമുക്ക് കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടി? അനന്തത. അതാണ് വിശ്വസിക്കേണ്ടത്. അനന്തമായ സർവാധിപനായ ദൈവത്തിൽ നിന്നും ഒരു കടുകുമണിയോളം നമുക്ക് കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടി? അനന്തത കിട്ടി. അങ്ങനെയുള്ളൊരു വിശ്വാസത്തിൽ ആ അനന്തമായ ദൈവം, നമ്മളിൽ വസിക്കുന്ന ദൈവം ലോകം മുഴുവനെയും പാപത്തിൽ നിന്ന് വിശുദ്ധീകരിച്ചു കഴിഞ്ഞ ദൈവമാണെന്ന് കൂടി വിശ്വസിക്കും. അപ്പൊ പൂർണ്ണമായി. അതാണ് ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിൻ്റെ ചെമ്പരിയാട്ടിയും കുട്ടി യേശു തമ്പുരാൻ നമ്മുടെ ഉള്ളിൽ. ആ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന ആള് ഇവിടെ നിന്ന് മാറി അങ്ങോട്ട് പോട്ടെ എന്ന് മാറാൻ പറഞ്ഞാൽ മാറും. ഇത്രയും പൈസ ആ ബാങ്കിൽ നിന്ന് എൻ്റെ ബാങ്കിലേക്ക് വരാൻ പറഞ്ഞാലും മാറുമോ ഇല്ലയോ? മാറും.
നിങ്ങൾക്ക് അസാധ്യമായി ഒന്നുമില്ല. വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ. ഇത് പറഞ്ഞു ഓൻസി, ഇത് ശരിക്കും നടക്കുന്ന കാര്യമാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ബ്രദർ എങ്ങനെയാ? ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വാസമാണ്. എൻ്റെ അടുത്തൊന്നുമില്ലെങ്കിലും അതിങ്ങനെ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് വരണം. എൻ്റെ അടുത്ത് ഒട്ടും പൈസ ഇല്ലാതിരിക്കുകയാണ്, എനിക്ക് അത്യാവശ്യം കുറച്ച് പൈസ വേണമായിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, നീ ആ പൈസ കൊണ്ടുവന്ന് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ ഫോൺ വിളിച്ച് പറയാണ്, അദ്ദേഹത്തിനോട് കർത്താവ് പറഞ്ഞു ഇത്രയും പൈസ ഇങ്ങോട്ടേ കൊടുക്കാൻ. ഒരിക്കൽ ഞങ്ങൾ വലിയ 2-3 ക്യാമറ മേടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, അത്യാവശ്യമായിട്ട് ഒരു ശുശ്രൂഷ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ അത് കർത്താവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, മേടിച്ചോ. ഓക്കെ, മേടിക്കാൻ പറഞ്ഞാൽ പിന്നെ മേടിക്കാം, പൈസ ഒന്നുമില്ല കയ്യിൽ. ക്യാമറ കമ്പനിക്കാരോട് പറഞ്ഞാൽ അവർ ഫോൺ ചെയ്താൽ നമുക്ക് ക്യാമറ അയച്ചു തരും അവർ. എല്ലാവർക്കും ഒന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റിനോട് പറഞ്ഞു, നീ അവർക്ക് ഓർഡർ കൊടുത്തോ ക്യാമറ വന്നു. ഞങ്ങൾ ജോലിയൊക്കെ ചെയ്തു തുടങ്ങി. സാവധാനം അവർ ബില്ല് അയച്ചു, അപ്പോഴും പൈസ ഇല്ല. 13,000 യൂറോ വേണമായിരുന്നു. ഇതൊരു 10 വർഷം മുമ്പുള്ള കണക്കാണ്. അപ്പോൾ ഇപ്പോൾ എന്തായിരിക്കും എന്ന് ആലോചിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ കൂടെയുള്ള ആൾക്കാർ, ബ്രദറെ പൈസ കൊടുക്കണം, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചു. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, അങ്ങ് പറഞ്ഞു, ഞാനത് വിശ്വസിച്ചു, ക്യാമറ വാങ്ങിച്ചു, അങ്ങയുടെ വിലയ്ക്ക് വേണ്ടി. ഇപ്പം അതിന് പൈസ അങ്ങ് തരും എന്ന് ഞാൻ വിശ്വസിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി എന്നെ വിളിക്കുകയാണ്. ഇത്തിരി വയസ്സായ അമ്മച്ചിയാണ്. തോമസ് പോളെ, ഇന്ന് 13-ാം തീയതിയാണ്. അപ്പോൾ ഈ 13-ാം തീയതി ചില ആളുകൾക്ക് ഭയങ്കര പ്രത്യേകത. എന്തുകൊണ്ടാണ്? ഫാത്തിമ ദിവസം. മെയ് 13-ാം തീയതിയാണല്ലോ ഫാത്തിമയിൽ മാതാവ്. അപ്പോൾ ചിലവർക്ക് മാതൃഭക്തന്മാർക്ക് 13-ാം തീയതി വലിയ കാര്യം. എന്നിട്ട് പറയാൻ, മാതാവ് എന്നോട് പറഞ്ഞു നിനക്ക് ഉടനെ 13,000 യൂറോ തരണം. ഞാൻ പറഞ്ഞു, അത് സത്യമാണ്, ഞാൻ കുറച്ച് മുമ്പേ തന്നെ പ്രാർത്ഥിച്ചോളൂ, എനിക്ക് 13,000 യൂറോ ഈ ക്യാമറയ്ക്ക് ആവശ്യമുണ്ട്. അതാണ്. ഉടനെ തന്നെ ആ ബാങ്ക് അക്കൗണ്ട് കൊടുത്തു, അവരത് അയച്ചു. അത് ഉടനെ തന്നെ ഈ കയ്യിൽ കിട്ടി. ഈ കൈ കൊണ്ട് നമ്മുടെ കയ്യിൽ വീണ്ടും ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ ഇതെല്ലാം കൂട്ടി വെക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ആരാണ് ഈ കൂട്ടി വെക്കണത്? അതാണ് നമ്മൾ ഒരുപാട് സമ്പത്തും ധനങ്ങളും കൂട്ടി വയ്ക്കുമ്പോൾ ഉണ്ടാവുന്നൊരവസ്ഥ. സമയമായി. ഒരു തമാശയാണ് കൂടിയാണ്. ഞാൻ സാധാരണ തമാശ ഒന്നും പറയാറില്ല, ഒരു തമാശ വരാം. ഒരാൾ 2 പേര് കൂടി ധ്യാന കേന്ദ്രത്തിൽ മുറിയിൽ, ഇപ്പം നമ്മുടെയൊക്കെ ഇവിടെ ധ്യാന കേന്ദ്രത്തിലെ മുറിയിൽ അവർ ധ്യാനം കൂടുന്ന നേരത്തിൽ ഇങ്ങനെ താമസിക്കുക. അപ്പോൾ രാവിലെ ഒരാൾ എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോകാൻ റെഡിയാകുകയാണ്. അപ്പോൾ ഇയാൾ പ്രതീക്ഷിക്കുന്നത് മറ്റേ ആൾ പുറത്ത് പോയിട്ട് ടോയ്ലറ്റിൽ പോകാതാണ്. ഇയാൾ ചോദിച്ചു, നിങ്ങൾ പുറത്ത് പോകണില്ലേ? ഇല്ല. അല്ല, നിങ്ങൾ പോയിക്കോ. അതെന്താ? ഞാൻ ടോയ്ലറ്റിൽ പോകുമ്പോൾ കതക് തുറന്നിട്ടേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് റൂമിൽ തന്നെയുള്ള ബാത്ത് അറ്റാച്ചഡാണ്. അതിനകത്ത് ടോയ്ലറ്റിൽ പോകുമ്പോൾ കതക് തുറന്നിട്ട് എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റുള്ളൂ. ചോദിച്ചാൽ അതെന്താ? അതേ, എൻ്റെ ആ വാച്ചുണ്ടല്ലോ 7 ലക്ഷം രൂപ വിലയുള്ളതാണ്. ഈ വാച്ച് ഞാൻ ഈ മുറിയിൽ വെച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് പേടിയാണ്, ഇത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ എന്നും ടോയ്ലറ്റിൻ്റെ വാതിൽ തുറന്നിട്ടേ ടോയ്ലറ്റിൽ. വാച്ച് മുറിയിൽ വയ്ക്കും, ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്ന എനിക്ക് പേടിയാണ്.
7 ലക്ഷം രൂപ വിലയുള്ള വാച്ചാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ എന്താണ് അപ്പോൾ അവിടെ കൺട്രോൾ ചെയ്യണേ? ഇയാളെ കൺട്രോൾ ചെയ്യണത് മുഴുവൻ ഇയാളുടെ വാച്ചാണ്. അതെവിടെ പോകുമ്പോഴും സൂക്ഷിക്കണം, ദൈവമേ ഈ വാച്ച് നഷ്ടപ്പെടരുത്. അപ്പോൾ ഇങ്ങനെയാണ് സമ്പത്തും കാര്യങ്ങളും നമ്മളിതൊന്നിനെ വിട്ടിട്ട് കർത്താവാണ് എൻ്റെ സമ്പത്ത്, ആ കടുകുമണിയാണ് എൻ്റെ സമ്പത്ത്, വിശ്വാസമാണ് എൻ്റെ ക്യാപിറ്റൽ. ഈ അവസ്ഥയിലേക്ക് വരണം നമ്മൾ. ആ അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഒരു വാക്ക് പറഞ്ഞാൽ മതി. ചിലപ്പോൾ പറയാൻ വേണ്ട, ചിലത് ചെറിയ കാര്യങ്ങൾ. ഞാനൊരിക്കലും സിസ്റ്റർമാരുടെ ധ്യാനം നടത്തിയിട്ട് സിസ്റ്റർമാർ എല്ലാവരും പോയി. അപ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞു, ബ്രദർ ഞങ്ങളുടെ ഹൗസിൽ ഒന്ന് വരണം, പോണ വഴിക്കാണ്. അപ്പോൾ ഞാൻ ബസ്സിനാണ് പോണത്, സാധാരണ ബസ്സിന്, ഉത്തരേന്ത്യയിലെ കാര്യം. അപ്പോൾ ആ ബസ്സിന് പോയി അവിടെ ഇറങ്ങി പിന്നെ അടുത്ത ബസ്സിന് അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ പറഞ്ഞെന്നാൽ ഞങ്ങളുടെ അവിടെ വന്ന് ഊണ് കഴിക്കണം. ഞാൻ പറഞ്ഞു ശരി, എന്താ അങ്ങനെ ആകാം. കാരണം അവർക്കൊക്കെ ഇങ്ങനെ ഒരു ആൾ അവരുടെ വീട്ടിൽ ചെല്ലുന്നത് ഒരു സഹോദരൻ്റെ മാതിരി വലിയ സന്തോഷമാണ് സിസ്റ്റർമാർക്കൊക്കെ. അതും അപ്പോൾ അങ്ങനെ ഞാൻ പോയിരുന്ന ബസ്സിൽ നിന്ന് ഇറങ്ങി അവർ നേരത്തെ പോയി. ഞാൻ ആലോചിച്ചു, അയ്യോ അവരോട് പറയായിരുന്നു, കുറേ നാളായി മീൻ പാല് പിഴിഞ്ഞ് കറി കൂട്ടിയിട്ട്. നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ ചപ്പാത്തിയും പരിപ്പുമല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മീൻ പാല് പിഴിഞ്ഞ കറി അവരോടൊന്ന് ഉണ്ടാക്കാൻ പറഞ്ഞ ആ സിസ്റ്റർമാർ ഉണ്ടാക്കി വെച്ചേക്കുമായിരുന്നു. എന്തു ചെയ്യാം, പോയില്ലേ, അവർ പോയി, സാരമില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ കൃത്യം അത് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോട് കർത്താവ് ചോദിക്കണ്ടോ, നീ മനസ്സിൽ ഒന്ന് ചിന്തിച്ചില്ലേ, അപ്പോഴേക്കും ഞാനത് ചെയ്തു തന്നില്ലേ? ഇത്രയും ചെറിയ കാര്യങ്ങൾ വരെ ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിൻ്റെ വലിയ കാര്യങ്ങൾ ഞാൻ നോക്കാതിരിക്കുമോ? ഇതൊക്കെ എന്തിനാണ് ഇപ്പം ഞാൻ പറഞ്ഞത് എനിക്കറിഞ്ഞൂടാ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാവുമായിരിക്കും. ഒന്ന് പ്രധാനമായിട്ട് പറയാമെന്നത് ദൈവത്തിൻ്റെ വെളിപാടുകൾ ആയിരിക്കണം നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ. മാർപ്പാപ്പയായ അപ്പസ്തോലനായ പത്രോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. എന്തോ ഒരു വലിയ രഹസ്യമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആ വചനം പറഞ്ഞത്? ദൈവം എല്ലാത്തിനെയും ശുദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മളൊന്നങ്ങ് ഉൾക്കൊള്ളാൻ പറ്റണം. അത് എളുപ്പം പറ്റില്ല. കാരണം നമ്മളുടെ ഉള്ളിൽ കിടക്കണത് അവിടെ അവർ മോശം, അവരുടെ അടുത്ത് പോകണ്ട, ഇവരുടെ അടുത്ത് പോകണ്ട, അവർ പിശാചാണ്, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഈ IS അവരെ ദൈവം രക്ഷിച്ചോ? അവരുടെ പാപം ഏറ്റെടുത്തോ? പിന്നെ എന്താ അവരിങ്ങനെയൊക്കെ ചെയ്യണേ? അവർക്കറിയില്ല. ഇപ്പം നമ്മളുടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ബുദ്ധിസ്റ്റ് ഇവരെല്ലാവരെയും യേശുക്രിസ്തു തൻ്റെ ജീവൻ കൊടുത്തിരിക്കുന്നു. പക്ഷേ ഈ രഹസ്യം അവർക്കറിയില്ല. ഈ രഹസ്യം നമ്മൾക്കറിയണ്ടേ ആദ്യം. നമുക്കറിയോ? നമ്മൾ വിചാരിക്കേണ്ട യഹൂദരാന്ന് വിചാരിച്ചിരുന്ന മാതിരി രക്ഷ യഹൂദരുടെയാണെന്നുള്ള മാതിരി നമ്മൾ യേശുക്രിസ്തു കർത്താവ് വിശ്വസിച്ച നമ്മൾ ക്രിസ്ത്യാനിയല്ല, അവരൊക്കെ തൊടണ്ട, അങ്ങോട്ട് പോകണ്ട. അപ്പം തന്നെ നമ്മൾ ഈ രക്ഷയുടെ ആ സാർവത്രികതയെ ചുരുക്കി 1% മാറ്റി. രക്ഷയുടെ ആ സാർവത്രികത എന്ന് പറയുന്നതാണ്. അപ്പം അതൊരാശയം. രണ്ടാമത്തേത്, ഈ ദർശനങ്ങളെല്ലാം കിട്ടുമ്പോൾ ഒരിക്കലും അതിൻ്റെ ഭൗതിക അർത്ഥത്തിൽ നോക്കരുത്. അതിൻ്റെ ഉള്ളിലുള്ള ആത്മീയമായ വെളിപാടിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദർശനവരത്തിന് 2 ഭാഗമാണ്. ഒന്ന് വേർഡ് ഓഫ് നോളജ്, ഒരു ജ്ഞാനത്തിൻ്റെ വചനം, ഒരു സംഭവം.
2 അതിൻ്റെ വ്യാഖ്യാനം. അത് വിവേകത്തിൻ്റെ വചനം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ വിശ്വാസം, നമ്മൾ ഒരുപാട് നമ്പറുകൾ, ഇപ്പോൾ ഇത്ര പ്രാവശ്യം ഞാൻ കൊന്തയില്ലി, ഇത്ര പ്രാവശ്യം ഞാൻ, അത് വിശ്വാസത്തിൻ്റെ അടയാളമല്ല. കൊന്തയില്ലയോ, പക്ഷേ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞാൽ കാര്യം നടക്കണം അവിടെ. ഇപ്പം നിങ്ങൾ ചെല്ലണവരങ്ങനെ ചെല്ലിക്കോട്ടോ, ഞാൻ അതിൻ്റെ ഒരു ഹയർ ലെവൽ പറയാണ്. മറിച്ച് നമ്മൾ ഇത്ര ചെല്ലണം, എല്ലാ ദിവസവും ഇത്ര ചെല്ലണം എന്നുള്ളത് എൻ്റെ ഒരു കണക്കാണ്. അപ്പോൾ ആ കണക്കിൽ തന്നെ ഇരിക്കുള്ളൂ ജീവിതകാലം മുഴുവൻ. അതിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് പോകണോ എങ്കിൽ കണ്ടോ, കർത്താവ് പറഞ്ഞു, നീ ഒരു വാക്ക് പറഞ്ഞാൽ ഈ മല ഇവിടെ നിന്ന് മാറി ദൂരെ പോകുന്നു. പെട്ടെന്നൊന്ന് പറഞ്ഞോട്ടോ, ഒരു എവിടെയാണ് ആ സ്ഥലം, ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഒരു സ്ഥലത്ത്, കാമറൂണിൽ ഒരു പറയാണ്, എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, അവർ കൂടെ ജോലി ചെയ്യണതാണ്. അവരുടെ നാട്ടിലെ ഒരമ്മച്ചി ഈ മലയുടെ താഴ്വാരത്താണ് താമസിക്കുന്നത്. മല ഇടിഞ്ഞ് വീടിന് ചുറ്റും ഇങ്ങനെ മല ഇടിഞ്ഞ് മണ്ണ് വീഴും. അങ്ങനെ എല്ലാ ദിവസവും അവരുടെ ഭർത്താവ് അത് മാറ്റും. പക്ഷേ ഈ പ്രായമായി ഈ അപ്പച്ചൻ മരിച്ചുപോയി. അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അമ്മച്ചിക്ക് ഇത് ഈ മലയിടിഞ്ഞ് മണ്ണ് വീഴുന്നത് മാറ്റാൻ ഒരു നിവർത്തിയില്ല. അവർ പറഞ്ഞു, എന്നിട്ട് അവർ പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, നീയല്ലേ പറഞ്ഞേക്കണത് ഞാൻ പ്രാർത്ഥിച്ചാൽ മല മാറുമെന്ന്. എൻ്റെ വീട് എനിക്ക് മാറ്റാൻ പറ്റൂല, എനിക്ക് വേറെ വീടൊന്നുമില്ല, എൻ്റെ വീടിൻ്റെ പുറകുവശത്ത് മല മാറ്റണേ. എല്ലാവരും വിചാരിച്ച അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞതുകൊണ്ട് ഇതിന് ആകെ ബുദ്ധിഭ്രമുണ്ടായി. പക്ഷെ ഇവർ അത് തന്നെ പ്രാർത്ഥിക്കാൻ, എൻ്റെ വീടിൻ്റെ പുറകിലെ മല മാറ്റിത്തരണം. അങ്ങ് പറഞ്ഞിട്ടുള്ളതാണ്, മലയോട് മാറാൻ പറഞ്ഞാൽ മാറും. എന്തിനു പറയുന്നു? അങ്ങനെ ഇരിക്കെ അവിടുത്തെ മുനിസിപ്പാലിറ്റിക്ക് ഒരു ഗാർഡൻ പണിയാനായിട്ട് ഒരു തടാകം ഫില്ല് ചെയ്യാനായിട്ട് അതിന് എന്ത് തരത്തിലുള്ള മണ്ണാണ്, ആ മണ്ണ് എവിടെ കിട്ടുമെന്ന് അന്വേഷിക്കാൻ സോയിൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ നിയോഗിച്ചു. അവരന്വേഷിച്ചു വന്നപ്പോൾ ഈ മലയിൽ മാത്രം അത്രയ്ക്ക് നല്ല മണ്ണുള്ളൂ. മേല് കോരിത്തിരിക്കണം. ആ മല മുഴുവനും വെട്ടി അവിടെ ഫില്ല് ചെയ്തു. ഏതാനും ദിവസത്തിനകത്ത് അമ്മച്ചിയുടെ വീടിൻ്റെ പുറവശത്തുള്ള മല, ഇത് നടന്ന സംഭവം. ഞാൻ വിശ്വസിക്കുന്നു ഇത് അമ്മച്ചിയുടെ പ്രാർത്ഥന കേട്ടു എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. നമ്മൾ രക്ഷയുടെ രഹസ്യങ്ങൾ അറിയണം. നമ്മൾ പരിശുദ്ധാത്മാവ് തരുന്ന വെളിപാടുകളെ അതിൻ്റെ ആത്മീയാർത്ഥത്തിൽ വേണ്ടി ദാഹിക്കണം. നമുക്ക് കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് മൗനമായിട്ട് നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം, കാപ്പി കുടിക്കാൻ പോകാം. നമ്മൾ 8:45 എല്ലാവരും എത്തുക. 8:45.